ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ വീക്ക്ലി റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ വീക്ക്ലി റിവ്യൂവിൽ ആദ്യം നമ്മൾ പോകുന്നത് ISRO യങ് സയന്റിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി സ്കൂൾ ചിൽഡ്രനിൽ സ്പേസ് ടെക്നോളജിയോടുള്ള ഒരു അഭിരുചി ആപ്റ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത്. ISROയുടെ സ്കൂൾ ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമാണ് യുവിക, യുവിക. അപ്പം ISROയുടെ ഡയറക്ടർ K. ശിവനാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ബംഗളൂരു ആണ്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1969. പിന്നീട് ആഫ്രിക്കൻ യൂണിയനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത് 1963 സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ്. ആഫ്രിക്കയിലെ കൺട്രികളുടെ ഒരു കൂട്ടായ്മയാണ് ആഫ്രിക്കൻ യൂണിയൻ. ആഫ്രിക്കൻ യൂണിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആഫ്രിക്കൻ യൂണിയൻ 55 മെമ്പർ കൺട്രീസ് ചേർന്നാണ്. 55 മെമ്പർ കൺട്രീസ് ചേർന്നാണ് ആഫ്രിക്കൻ യൂണിയൻ. ആഫ്രിക്കൻ യൂണിയന്റെ ചെയർമാൻ അബ്ദൽ ഫത്ത LCC ആണ്. അബ്ദൽ ഫത്ത FETTH ഫത്ത LCC EL-SISI അബ്ദൽ ഫത്ത LCC. അദ്ദേഹം ഈജിപ്തിന്റെ പ്രസിഡന്റ് ആണ്. ആഡിസ് അബാബയാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ആഡിസ് അബാബ എത്യോപ്യയുടെ ക്യാപിറ്റലാണ്. പിന്നീട് റൊളാൻഡ് ഗാരോസിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആണ് ഫ്രഞ്ച് ഓപ്പൺ. ടെന്നീസിൽ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുന്നത്. ഗ്രാൻഡ് സ്ലാം GRANDSLAM ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഫ്രഞ്ച് ഓപ്പൺ. ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്ന റൊളാൻഡ് ഗാരോസ് ആണ്. അവർക്ക് വേണ്ട ഡിജിറ്റൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൊളാൻഡ് ഗാരോസിലെ ടെന്നീസ് അതോറിറ്റീസ് ഒരു ഇന്ത്യൻ IT കമ്പനിയുമായിട്ട് ടീമപ്പ് ചെയ്തു. ഏത് ഇന്ത്യൻ IT കമ്പനി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കമ്പനി ഇൻഫോസിസ് ആണ്. അവരുമായിട്ട് ഡിജിറ്റൽ ഇന്നോവേഷൻ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്തത്. അതുപോലെ ബാങ്ക് ഓഫ് ബറോഡയുടെ ചെയർമാനും CEOയും മാനേജിംഗ് ഡയറക്ടറുമാണ് PS ജയകുമാർ. ബാങ്ക് ഓഫ് ബറോഡയുടെ CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടർ PS ജയകുമാർ. ഗുജറാത്തിലെ വഡോദരയാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ബാങ്ക് ഓഫ് ബറോഡയുടെ ഈ April 1 തൊട്ട് മെർജ് ചെയ്യപ്പെടുന്ന രണ്ട് ബാങ്കുകളാണ് വിജയ ബാങ്ക് ആൻഡ് ദേന ബാങ്ക്. വിജയ ബാങ്കും ദേന ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയോടുകൂടി മെർജ് ചെയ്യപ്പെടുന്നു. പിന്നീട് BCCIയുടെ ഓംബുഡ്സ്മാനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. BCCIയുടെ ഓംബുഡ്സ്മാൻ DK ജെയിൻ ആണ്. DK ജെയിൻ ആണ് BCCI ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യയുടെ ഓംബുഡ്സ്മാൻ DK ജെയിൻ. പിന്നീട് മലയാളത്തിലെ ഒരു എഴുത്തുകാരിയായ അഷിത മരിച്ചുപോയി. അതൊരു ന്യൂസാണ്. അഷിത മലയാളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരിയായിരുന്നു അഷിത. അത് കഴിഞ്ഞ് ഇനി നമുക്ക് മറ്റ് കറണ്ട് അഫയേഴ്സുകളിലേക്ക് പോവാം. ഇന്ത്യക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ASAT ആൻഡ് നമ്മളുടെ ASAT മിഷൻ നടത്തി. ASAT എന്ന് പറയുന്നത് ആന്റി സാറ്റലൈറ്റ് മിഷൻ ആയിരുന്നു. ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റ്സിന്, ആക്റ്റീവായിട്ടുള്ള സാറ്റലൈറ്റ്സിന് ഭൂമിയിൽ നിന്ന് ഒരു മിസൈൽ ഉപയോഗിച്ച് തകർക്കുന്ന ആ ഒരു ഓപ്പറേഷൻ നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് നമ്മൾ. US-നും റഷ്യക്കും ചൈനയ്ക്കും ശേഷം നമ്മളുടെ ആ മിഷന്റെ പേര് മിഷൻ ശക്തി എന്നായിരുന്നു. മിഷൻ ശക്തി. അപ്പൊ അത് നമ്മളിതിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. മൗണ്ട് മക്കാലു MAKALU മൗണ്ട് മക്കാലു എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ മൗണ്ടൻ പീക്കാണ്. ഹിമാലയത്തിൽ തന്നെയാണ് അതും. മൗണ്ട് മക്കാലു ഏകദേശം 8485 മീറ്റേഴ്സ് ഹൈറ്റ് ഉള്ള 8485 മീറ്റേഴ്സ് ഹൈറ്റുള്ള മക്കാലു എന്ന് പറയുന്നത് 5th ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദ വേൾഡ് ആണ്. അപ്പൊ അവിടേക്ക് ഇന്ത്യ ഒരു എക്സ്പെഡിഷൻ സംഘത്തിന് അയച്ചിരിക്കുകയാണ്. അതാണ് ന്യൂസ്. അത് എഴുതിയാലും കുഴപ്പമില്ല. മൗണ്ട് മക്കാലു എന്താണെന്ന് അറിഞ്ഞിരിക്കണം. MAKALU വേൾഡിലെ ഹയസ്റ്റ് പീക്കുകളിൽ 5th ഹയസ്റ്റ് പീക്കാണ്. പിന്നീട് വേൾഡിലെ ലാർജസ്റ്റ് വേസ്റ്റ് റീസൈക്ലിംഗ് ഹബ്ബ് ഓപ്പൺ ചെയ്തു. വേൾഡിലെ ലാർജസ്റ്റ് വേസ്റ്റ് വേസ്റ്റ് റീസൈക്ലിംഗ് ഹബ്ബ് ഓപ്പൺ ചെയ്തത് ദുബായ് ഇൻഡസ്ട്രിയൽ പാർക്കിലാണ്. ദുബായ് ഇൻഡസ്ട്രിയൽ പാർക്കിൽ വേൾഡിലെ ലാർജസ്റ്റ് വേസ്റ്റ് റീസൈക്ലിംഗ് ഹബ്ബ് ഓപ്പൺ ആയി. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേൾഡിൽ വലിയൊരു തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളൊക്കെ വീടുകളിൽ ഇരിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കേടായാൽ അതിനെ റീസൈക്കിൾ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ നമ്മുടെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഇപ്പൊ ക്രൊയേഷ്യ വിസിറ്റ് ചെയ്യാണ്. ക്രൊയേഷ്യ എന്ന് പറയുന്ന കൺട്രി ഭരിക്കുന്നത്
ഒരു വുമൻ പ്രസിഡന്റ് ആണ്, ക്രൊയേഷ്യയുടെ വുമൻ പ്രസിഡന്റ് ആണ് കൊളിൻഡ KOLINDA, കൊളിൻഡ ഗ്രാബർ GRABR ഗ്രാബർ -കിറ്ററോവിക് KITAROVIC, കൊളിൻഡ KOLINDA, കൊളിൻഡ ഗ്രാബർ GRABR ഗ്രാബർ കിറ്ററോവിക് KITAROVIC. ക്രൊയേഷ്യയുടെ ക്യാപിറ്റൽ സഗ്രിബ് ആണ്, ZAGREB സഗ്രിബ്. ക്രൊയേഷ്യയുടെ കറൻസി ക്രൊയേഷ്യൻ കൂണ ആണ്, KUNA. പിന്നീട് ക്രൊയേഷ്യ അവരുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിന് കൊടുത്തു. അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഒരു ആദര സൂചകമായിട്ട് നമ്മുടെ ഭാരതരത്ന എന്നൊക്കെ പറയുന്ന പോലെ ക്രൊയേഷ്യയുടെ ഹയസ്റ്റ് ഓണർ ആണ് ഗ്രാൻഡ് ഓർഡർ ഓഫ് GRAND, ഗ്രാൻഡ് ഓർഡർ ഓഫ് കിങ് ടോമിസ്ലാവ്, ഗ്രാൻഡ് ഓർഡർ ഓഫ് കിങ് ടോമിസ്ലാവ്, TOMISLAV, ടോമിസ്ലാവ് വിത്ത് സാഷ് ആൻഡ് ഗ്രാൻഡ് സ്റ്റാർ, SASH, സാഷ് ആൻഡ് ഗ്രാൻഡ് GRAND ഗ്രാൻഡ് സ്റ്റാർ. ഇപ്പൊ ഗ്രാൻഡ് ഓർഡർ ഓഫ് കിങ് ടോമിസ്ലാവ് വിത്ത് സാഷ് ആൻഡ് ഗ്രാൻഡ് സ്റ്റാർ എന്ന് പറയുന്ന ക്രൊയേഷ്യയുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ നമ്മുടെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിന് ഇപ്പൊ അദ്ദേഹം അവിടെ വിസിറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കൊടുത്തു. പിന്നീട് സ്വിഫ്റ്റിന്റെ എക്സ്പാൻഷൻ ഉണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞതാണ് SWFT, സ്വിഫ്റ്റ്, സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ, സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ് സെക്ടറിൽ ഉപയോഗിക്കുന്ന ഒരു മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇപ്പം ആപ്പിളിന്റെ ഉപഭോക്താക്കൾക്ക് വേണ്ടി ഒരു വിർച്വൽ ക്രെഡിറ്റ് കാർഡ് അവർ റിലീസ് ചെയ്തു. ആപ്പിളിന്റെ ആ കാർഡ് അവർ ഒരു ബാങ്കുമായിട്ട് ചേർന്നാണ് അവർ ഇറക്കുന്നത്. ഗോൾഡ്മാൻ സാച്ച് എന്ന് പറയുന്ന ബാങ്ക്, ഗോൾഡ്മാൻ സാച്ച് SACHS ആൻഡ് മാസ്റ്റർ കാർഡുമായിട്ട് ചേർന്നാണ് ആപ്പിൾ ഈ ഒരു വിർച്വൽ ക്രെഡിറ്റ് കാർഡ് ഇറക്കിയത്. ആപ്പിൾ വേൾഡിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കമ്പനിയാണ്. ആപ്പിളിന്റെ CEO ടിം കുക്ക് ആണ്. ആപ്പിളിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കാലിഫോർണിയയാണ്. ആപ്പിൾ CEO ടിം കുക്ക്. ഒമാന്റെ ക്യാപിറ്റൽ മസ്കറ്റ് ആണ്. ഒമാന്റെ കറൻസി റിയാലുമാണ്. അതുപോലെ മനു ബാക്കറും സൗരവ് ചൗധരിയും ചേർന്ന സഖ്യം പിന്നീട് ഏഷ്യൻ എയർഗൺ ചാമ്പ്യൻഷിപ്പിൽ എയർ പിസ്റ്റലിൽ മിക്സഡ് ടീം വേണ്ടി വിൻ ചെയ്ത കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. മനു ബാക്കർ ആൻഡ് സൗരവ് ചൗധരി രണ്ടുപേരും ചേർന്ന സഖ്യം ഏഷ്യൻ എയർഗൺ ചാമ്പ്യൻഷിപ്പിൽ എയർ പിസ്റ്റൽ 10 മീറ്റർ എയർ പിസ്റ്റലിൽ മിക്സഡ് ടൈറ്റിൽ വിൻ ചെയ്തു, ഗോൾഡ് മെഡൽ വിൻ ചെയ്തു. അത് നടന്ന ചൈനീസ് തായ്പേയിലാണെന്നും ഞാൻ പറഞ്ഞിരുന്നു. ചൈനീസ് തായ്പേയി. പിന്നീട് ഇന്ത്യൻ നേവിയുടെ ന്യൂ അഡ്മിറൽ ആയിട്ട് ഇന്ത്യൻ നേവിയുടെ ചീഫിനെയാണ് അഡ്മിറൽ എന്ന് പറയുന്നത്. ഇന്ത്യൻ നേവിയുടെ ന്യൂ അഡ്മിറൽ കരംബീർ സിംഗ് ആണ്. KARAMBIR കരംബീർ സിംഗ് ആണ് ഇന്ത്യൻ നേവിയുടെ ന്യൂ അഡ്മിറൽ. ഈ മെയ് തൊട്ടേ അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കും. മെയ് 30th വരെ ഇപ്പോഴത്തെ അഡ്മിറൽ സുനിൽ ലാംബെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ജൂൺ തൊട്ടാണ് അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പുതുതായിട്ട് ഇൻഡക്ട് ചെയ്ത ഹെലികോപ്റ്ററാണ് ചിനൂക്ക്, CHINOOK, ചിനൂക്ക്. അത് ബോയിങ്ങിന്റെ ഒരു മിലിറ്ററി ഹെലികോപ്റ്ററാണ്. ബോയിങ് എന്ന് പറയുന്ന കമ്പനിയുടെ ആണ്. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പുതുതായിട്ട് ഇൻഡക്ട് ചെയ്ത ഹെലികോപ്റ്റർ. അതുപോലെ ഇന്ത്യയും ശ്രീലങ്കയും ചേർന്ന് നടത്തുന്ന ജോയിന്റ് മിലിറ്ററി എക്സർസൈസ് ആണ് മിത്രശക്തി. അത് ശ്രീലങ്കയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ശ്രീലങ്കയിലെ ദിയത്തലാവ എന്ന് പറയുന്ന സ്ഥലത്ത് DIYATALAWA ദിയത്തലാവ, ശ്രീലങ്ക. വേൾഡിലെ ഫസ്റ്റ് വയർലെസ് ഇലക്ട്രിക് കാർ ചാർജിംഗ് സ്റ്റേഷൻ നോർവേയിൽ നിലവിൽ വന്നു. നോർവേ ഒരു യൂറോപ്യൻ കൺട്രിയാണ്. നോർവേയിൽ നിലവിൽ വന്നു വേൾഡിലെ ഫസ്റ്റ് വയർലെസ് ഇലക്ട്രിക് കാർ ചാർജിംഗ് സ്റ്റേഷൻ. നോർവേയുടെ ക്യാപിറ്റൽ ഓസ്ലോ ആണ്. നോർവേയുടെ കറൻസി ക്രോൺ ആണ്, KRON. ഇസ്രായേൽ പണ്ട് സിറിയയുടെ കയ്യിൽ നിന്ന് 1967 വാറിൽ സിറിയയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശമായ ഗൊലാൻ ഹൈറ്റ്സ്, ഗൊലാൻ ഹൈറ്റ്സ് ഇസ്രായേലിന്റെ ടെറിട്ടറി ആയിട്ട് US അംഗീകരിച്ചു. US റെക്കഗ്നൈസ് ചെയ്തു. US റീസെന്റ് ജെറുസലേമിനെയും ഇസ്രായേലിന്റെ ക്യാപിറ്റലായിട്ട് അവര് റെക്കഗ്നൈസ് ചെയ്തിരുന്നു. ഗ്ലോബൽ കമ്മ്യൂണിറ്റി മെജോറിറ്റിയും അത് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതുപോലെ തന്നെ ഗൊലാൻ ഹൈറ്റ്സ് സിറിയയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്താണ്. അതിനെയും US ഇപ്പം റെക്കഗ്നൈസ് ചെയ്തിരിക്കുകയാണ് ഇസ്രായേലിന്റെ ടെറിട്ടറി ആയിട്ട്. ഇസ്രായേലിന്റെ കറൻസി ഷെക്കലാണ്, SHEKL, ഷെക്കൽ. പീറ്റർ താബിച്ചി ഗ്ലോബൽ ടീച്ചർ പ്രൈസ് വിൻ ചെയ്തു. അദ്ദേഹം ഒരു ടീച്ചറാണ്. അദ്ദേഹം ഗ്ലോബൽ ടീച്ചർ പ്രൈസ് ഫോർ 2019
പീറ്റർ താബിച്ചി. വേൾഡ് ഫേമസ് ആയിട്ടുള്ള UAE ഓയിൽ കമ്പനിയുടെ പേരാണ് അഡ്നോക്, ADNOC. അഡ്നോക് വേൾഡ് ഫേമസ് ഓയിൽ കമ്പനികളിൽ ഒരെണ്ണമാണ് അഡ്നോക്, ADNOC. അബുദാബി നാഷണൽ ഓയിൽ കമ്പനി എന്നാണ് എന്റെ എക്സ്പാൻഷൻ. അബുദാബി നാഷണൽ ഓയിൽ കമ്പനി 29 സാറ്റലൈറ്റ്സുമായിട്ട് ISRO ലോഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയ മിഷനാണ് PSLV C-45 ഉപയോഗിച്ചാണ് അവർ ലോഞ്ച് ചെയ്യുന്നത്. ISRO 29 സാറ്റലൈറ്റ്സുമായിട്ട് PSLV C-45 ഉപയോഗിച്ചൊരു മിഷൻ നടത്താൻ പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് എമിസാറ്റ് ആണ്. പിന്നെ ഫോറിൻ സാറ്റലൈറ്റ്സും ഉണ്ട്. എമിസാറ്റ് അതിന് ഞാൻ 2 ദിവസം മുമ്പ് അത് ഡിസ്കസ് ചെയ്തിരുന്നു. 3 ഓർബിറ്റുകളിലായിട്ടാണ് ISRO ഈ സാറ്റലൈറ്റ്സ് 29 എണ്ണത്തിനെയും വിക്ഷേപിക്കാൻ പോകുന്നത്. പിന്നീട് അത് ആദ്യമായിട്ടാണ് ISRO ഇങ്ങനെ ഒറ്റ മിഷനിൽ 3 ഓർബിറ്റ്സിലായിട്ട് സാറ്റലൈറ്റ്സിനെ ലോഞ്ച് ചെയ്തത്. ഡിജിറ്റൽ പേയ്മെന്റ്സ് ഡീപ്പൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇന്ത്യയിൽ ഡിജിറ്റൽ പേയ്മെന്റ്സ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് RBI അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയുടെ ഹെഡാണ് നന്ദൻ നിലേക്കനിയാണ് ഡിജിറ്റൽ പേയ്മെന്റ്സ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് RBI അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയുടെ ഹെഡ്, ഡിജിറ്റൽ പേയ്മെന്റ്സ് കൂട്ടാൻ വേണ്ടിയിട്ട്. നിതി ആയോഗിന്റെ ഫിൻടെക് കോൺക്ലേവ് ന്യൂഡൽഹിയിൽ നടന്നു. നിതി ആയോഗിന്റെ ഫിൻടെക് കോൺക്ലേവ് ന്യൂഡൽഹിയിൽ നടന്നു. ഫിൻടെക് FINTECH ഫിൻടെക് കോൺക്ലേവ് CONCLAVE. പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഇപ്പൊ ക്രൊയേഷ്യ വിസിറ്റ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. ക്രൊയേഷ്യയോടൊപ്പം അദ്ദേഹം വിസിറ്റ് ചെയ്ത മറ്റു 2 രാജ്യങ്ങളാണ് ബൊളീവിയയും ചിലിയും ക്രൊയേഷ്യക്കൊപ്പം അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നത്. ബൊളീവിയയുടെ ക്യാപിറ്റൽ സുക്രിയാണ്, SUCRE. സുക്രിയാണ് ബൊളീവിയയുടെ ക്യാപിറ്റൽ, SUCRE. കറൻസി ബൊളീവിയാനോ. ചിലിയുടെ ക്യാപിറ്റൽ സാന്റിയാഗോ, കറൻസി പെസോ. ആണ്, പെസോ. പിന്നീട് വേൾഡിലെ ബിസിയസ്റ്റ് എയർപോർട്ടുകൾ ലിസ്റ്റിംഗിൽ ഇന്ത്യ എന്നുള്ള ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് 12th പ്ലേസിലെത്തി. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്ത്യയുടെ ക്യാപിറ്റലായ ന്യൂഡൽഹിയിൽ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് വേൾഡിലെ ബിസിയസ്റ്റ് എയർപോർട്ടുകളുടെ കൂട്ടത്തിൽ 12ാം സ്ഥാനത്താണ്. ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് WEF വേൾഡ് എക്കണോമിക് ഫോറം ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. WEF വേൾഡ് എക്കണോമിക് ഫോറം പ്രിപ്പയർ ചെയ്യുന്ന ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 76 ആണ്. WEFന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ്, DAVOS ദാവോസ്. ജെറ്റ് എയർവേസിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് നരേഷ് ഗോയലാണ്. ജെറ്റ് എയർവേസിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. പിന്നെ ഫിലിം ഫെയർ അവാർഡ്സിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസ് ഉണ്ട്. ഫിലിം ഫെയർ അവാർഡ്സ് ഒന്നും അങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, എന്നാലും പറയാം. ആലിയ ഭട്ടാണ് ബെസ്റ്റ് ആക്ട്രസ്. ബെസ്റ്റ് ആക്ടർ രൺബീർ കപൂർ ബെസ്റ്റ് ആക്ടറാണ്. ആലിയ ഭട്ട് ബെസ്റ്റ് ആക്ട്രസ്. മേഘ്ന ഗുൽസാർ GULZAR ബെസ്റ്റ് ഡയറക്ടർ. ബെസ്റ്റ് ഫിലിം റാസി RAAZI. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ മാർച്ച് 23. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ മാർച്ച് 23. WMO എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അത് UN ആണ്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇത്. ഈ ദിവസം മാർച്ച് 23 വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന വേൾഡിൽ അത് UN ഓർഗനൈസേഷൻ ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയാണ്, സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലെ ജനീവ. IPL 5000 റൺസ് തികച്ച ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആണ് സുരേഷ് റെയ്ന. IPL ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 5000 റൺസ് തികച്ച ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാൻ സുരേഷ് റെയ്നയാണ്. എവറി വോട്ട് കൗണ്ട്സ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് നവീൻ ചൗളയാണ്. ഇന്ത്യയുടെ ഫോമർ ഇലക്ഷൻ കമ്മീഷണറായ നവീൻ ചൗള എഴുതിയ ബുക്കാണ് എവറി വോട്ട് കൗണ്ട്സ്. മാർട്ടിയേഴ്സ് ഡേ 23 മാർച്ച്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് ഒക്കെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹത്തായ രാജ്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ മദർ കൺട്രിക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവൻ ബലിയർപ്പിച്ച ദിവസമാണ് ഇന്ത്യയിൽ മാർട്ടിയേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും. മാർട്ടിയേഴ്സ് ഡേ 23 മാർച്ച് ആണ്. 23 മാർച്ച് മാർട്ടിയേഴ്സ് ഡേ. പിന്നീട് ഈ ഇടയ്ക്ക് അയാട്ട എന്ന് പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ IATA ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. അതിൽ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഇന്ത്യൻ ബഡ്ജറ്റ് കാരിയർ ആണ്, ഫസ്റ്റ് ഇന്ത്യൻ എയർലൈൻസ് ആണ് സ്പൈസ് ജെറ്റ് അയാട്ടയിൽ ജോയിൻ ചെയ്തു. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനിൽ ആയിട്ട്. വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ അല്ലെങ്കിൽ വേൾഡ് TB ഡേ 24 മാർച്ച്.
അതുപോലെ സാഫ് വിമൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ വിൻ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അത് നേപ്പാളിൽ വെച്ചാണ് നടന്നത്. നേപ്പാൾ ഹോസ്റ്റ് കൺട്രിയെ നേപ്പാളിൽ തന്നെ തോപ്പിച്ചാണ് ഇന്ത്യ ചാമ്പ്യന്മാരായ സാഫ് വിമൻ സാഫ് വിമൻ ഫുട്ബോൾ കപ്പ് നമ്മള് നേപ്പാളിനെ തോപ്പിച്ച് വിൻ ചെയ്തു. ഇന്ത്യയുടെ ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി, നമ്മളുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഫാസ്റ്റസ്റ്റ് ട്രെയിനിനെയൊക്കെ ഡെവലപ്പ് ചെയ്തത് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലാണ്. അത് വേൾഡിലെ ലാർജസ്റ്റ് റെയിൽ കോച്ച് മാനുഫാക്ചറർ ആയിട്ട് മാറി. വേൾഡിലെ ലാർജസ്റ്റ് റെയിൽ കോച്ച് മാനുഫാക്ചറർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയാണ്. പിന്നെ ഈ ഇടയ്ക്ക് സെമി ഓട്ടോമാറ്റിക് അസാൾട്ട് വെപ്പൺസ് ബാൻ ചെയ്ത രാജ്യം ന്യൂസിലാൻഡ്. അതും ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ന്യൂസിലാൻഡ് ആണ് സെമി ഓട്ടോമാറ്റിക് അസാൾട്ട് വെപ്പൺസ് ബാൻ ചെയ്ത രാജ്യം എന്ന് പറയുന്നത്. ന്യൂസിലാൻഡിന്റെ ക്യാപിറ്റൽ വെല്ലിംഗ്ടൺ ആണ്. ന്യൂസിലാൻഡിന്റെ കറൻസി ഡോളറാണ്. ന്യൂസിലാൻഡിന്റെ ക്യാപിറ്റൽ വെല്ലിംഗ്ടൺ. ന്യൂസിലാൻഡിന്റെ കറൻസി ഡോളർ. പ്രൈം മിനിസ്റ്റർ എല്ലാവർക്കും അറിയാം, ജസീന്ത ആർഡേൺ. ഇന്തോനേഷ്യയുടെ കറൻസി റുപ്പയാണ്. RUPIAH. റുപ്പയ ഇന്തോനേഷ്യയുടെ കറൻസി. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ. JOKO ജോക്കോ വിഡോഡോ. ഈയിടയ്ക്ക് ക്യാപിറ്റലിന്റെ പേര് റീനെയിം ചെയ്ത രാജ്യം കസാക്കിസ്ഥാനാണ്. അവരുടെ ഫോമർ പ്രസിഡന്റ് നൂർ സുൽത്താൻ നാസർബയേവിന്റെ പേരിന്റെ ആദ്യത്തെ വാക്കായ നൂർ സുൽത്താൻ എന്നാണ് അവരുടെ പഴയ ക്യാപിറ്റലിന്റെയും അസ്താന എന്നുള്ള നെയിം മാറ്റിയിട്ട് അവരിപ്പം സ്വീകരിച്ചത്. അപ്പൊ കസാക്കിസ്ഥാന്റെ പഴയ നെയിം ക്യാപിറ്റലിന്റെ കസാക്കിസ്ഥാൻ ക്യാപിറ്റലിന്റെ പഴയ പേര് അസ്താന എന്നായിരുന്നു. ആ പേര് മാറ്റി അവര് നൂർ സുൽത്താൻ എന്നാക്കി. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് റിലീസ് ചെയ്തു. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് 140 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് 140. യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻ നെറ്റ്വർക്ക് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ആണ് ഈ ഒരു റാങ്ക് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് 140 ആണ്. 140. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മാനില. ഫിലിപ്പൈൻസിലെ മാനിലയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. പ്രസിഡന്റ് താക്കിഹിഗോ നക്കാവോ. TAKEHIKO താക്കിഹിഗോ നക്കാവോ ആണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ്. ഹെഡ്ക്വാർട്ടേഴ്സ് മാനില, ഫിലിപ്പൈൻസ്. SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ രജനീഷ് കുമാർ. SBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. ചെയർപേഴ്സൺ രജനീഷ് കുമാർ. വേൾഡിലെ ഫേമസ് ആയിട്ടുള്ള അവാർഡാണ് ടെമ്പിൾട്ടൺ പ്രൈസ്. TMPLETON ടെമ്പിൾട്ടൺ പ്രൈസ് വിൻ ചെയ്തത് ഇപ്രാവശ്യം വിൻ ചെയ്തത് മാർസലോ MARCELO മാർസലോ ഗ്ലെയ്സർ GLEISER. അപ്പോ മാർസലോ ഗ്ലെയ്സർ ആണ് ഈ വർഷത്തെ ടെമ്പിൾട്ടൺ പ്രൈസ് വിൻ ചെയ്തത്. അതൊരു ബ്രസീലിയൻ അസ്ട്രോണമറായ മാർസലോ ഗ്ലെയ്സർ ആണ് ഈ വർഷത്തെ ടെമ്പിൾട്ടൺ പ്രൈസ് വിൻ ചെയ്തത്. അതുപോലെ വ്യാസ് സമ്മാൻ എന്ന് പറയുന്ന ഒരു ലിറ്റററി പുരസ്കാരമാണ്. വ്യാസ് സമ്മാൻ ഇപ്രാവശ്യം കിട്ടിയത് ഹിന്ദി എഴുത്തുകാരനായ ലീലാധർ ജാഗുദിക്കാണ്. JAGUDI ലീലാധർ ജാഗുദി വ്യാസ് സമ്മാൻ. വേൾഡ് വാട്ടർ ഡേ 22 മാർച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേൾഡ് വാട്ടർ ഡേ 22 മാർച്ച്. ഇന്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ് 21 മാർച്ച്. അതുപോലെ സ്പെഷ്യൽ ഒളിമ്പിക്സ് ഇപ്പം നടന്നത് അബുദാബിയിലാണ്, UAE അബുദാബിയിലാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീക്ക്ലി റിവ്യൂ എന്ന് പറയുന്നത്. താങ്ക് യു.